ഇഹത്തിലും പരത്തിലും അമ്മയ്ക്ക് സമമായി മറ്റൊരു ദൈവമില്ല. അച്ഛനെപ്പോലെ മറ്റൊരു ഗുരുവുമില്ല. ഗുരുക്കന്മാരായ അച്ഛനമ്മമാരെ മറന്നിട്ട് ഈശ്വരന്മാരെ പ്രസാദിപ്പിച്ചിട്ട് എന്ത് കാര്യം? ഇവിടെ 2 മക്കളുണ്ടായിട്ടും ഈ അമ്മ വീട്ടിൽ പുഴുവരിച്ച നിലയിലാണ് കിടന്നത്. ഒരു മകളും മകനും അമ്മയ്ക്ക് സുഖമില്ല എന്ന് അറിഞ്ഞിട്ട് പോലും തിരിഞ്ഞുപോലും നോക്കിയില്ല. കുട്ടിക്കാലത്ത് മക്കൾക്ക് വിശക്കുമ്പോൾ ആഹാരം കൊണ്ടു നടന്നു കൊടുത്ത ആ അമ്മ ഇന്ന് ഭക്ഷണം കഴിച്ചോ എന്ന് പോലും മക്കൾ തിരക്കാറില്ല. കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങര ചക്കിനാംതറയിൽ മലയാള നഗർ 50-ൽ താമസിച്ചു വന്ന 80 വയസ്സുകാരിയായ അമ്മയാണ് കാലിലെ മുറിവ് പഴുത്ത് പുഴുവരിച്ച നിലയിൽ കിടന്നത്. നാട്ടുകാർ പലവട്ടം മക്കളെ വിളിച്ച് ഈ അവസ്ഥ അറിയിച്ചിട്ട് പോലും അവരാരും തന്നെ തിരിഞ്ഞുപോലും നോക്കിയില്ല. അമ്മയുടെ കാലശേഷം വീടും സ്ഥലവും ഇവരുടെ പേരിലാണ് എഴുതി വച്ചിരിക്കുന്നത്. എന്നിട്ട് പോലും ആ മക്കൾ അമ്മയെ തിരിഞ്ഞുപോലും നോക്കിയിരുന്നില്ല എന്നാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. നാട്ടുകാരെല്ലാവരും ചേർന്ന് പോലീസിൽ മക്കൾക്കെതിരെ പരാതിയും നൽകിയിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തകരായ ഗണേഷും ബാബുവും ഷ്യാമും നാട്ടുകാരും പോലീസും ചേർന്ന് വിളിച്ചതനുസരിച്ചാണ് എത്തിച്ചേർന്നത്. പിന്നീട് ഇവർ ഈ അമ്മയെ വീട്ടിൽ നിന്നും എടുത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. പോലീസിന്റെ നിർദ്ദേശപ്രകാരം കണ്ണകി ശാന്തിതീരം എന്ന വൃദ്ധസദനത്തിന്റെ നടത്തിപ്പുകാരി ജയശ്രീ സംഭവമറിഞ്ഞ് ഓടിയെത്തി ഈ അമ്മയെ 2 കൈയും കൊണ്ട് ഏറ്റെടുത്തു. ഉടൻ തന്നെ സ്ഥാപനത്തിലേക്ക് എത്തിക്കുകയും ചികിത്സയ്ക്കായി വേണ്ട കാര്യങ്ങളും ഇവർ ചെയ്തു നൽകി. ഈ അവസ്ഥയിൽ പോലും തിരിഞ്ഞുപോലും നോക്കാത്ത മക്കൾക്കെതിരെ പഞ്ചമി എന്ന ഈ അമ്മ ജില്ലാ ഭരണാധികാരിയായ ജില്ലാ കളക്ടർക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. അമ്മയുടെ മക്കളോട് ഒരു വാക്ക്. ഒരു കാലത്ത് നിങ്ങളെയൊക്കെ ഒരുപാട് സ്നേഹിച്ചു വളർത്തിയ അമ്മയായിരിക്കാം ഒരുപക്ഷെ ഇത്. വാർദ്ധക്യമെത്തുമ്പോൾ ഉപേക്ഷിക്കുകയല്ല വേണ്ടത്, മറിച്ച് കുഞ്ഞുനാളിൽ ഈ അമ്മയിൽ നിന്നും അനുഭവിച്ച സ്നേഹവും പരിപാലനവും വാർദ്ധക്യത്തിൽ നിങ്ങൾ തിരിച്ചു നൽകണം. നാളെ നിങ്ങളും കൗമാരവും യൗവനവും കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്കെത്തും. അന്ന് നിങ്ങൾക്കും ഈ ഗതി വരാതിരിക്കട്ടെ. അമ്മയുടെ പേര് പഞ്ചമി. എത്ര വയസ്സുണ്ട്? 80 വയസ്സുണ്ട്. 80 വയസ്സുണ്ട്. എവിടെ താമസിക്കുന്നത്? ഒറ്റയ്ക്കാണോ വീട്ടിൽ? ആണ്. മക്കളോ? വീട്ടുപേര് കുമാരി മന്ദിരം. എത്ര മക്കളുണ്ട്? 2 മക്കളുണ്ട്. എത്ര മക്കള്? 2 മക്കളുണ്ട്. 2 മക്കള്. ഒരാണും ഒരു പെണ്ണും. 3 പേരില്ലേ? അപ്പൊ അവരെവിടെയാ? ആടെ വീട്ടുകാര്. അമ്മ അടുത്ത് വരത്തില്ലേ? അതെന്താ വരാത്തെ? വരാത്ത എനിക്ക് വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുക. അമ്മയെ നോക്കത്തില്ലേ? നോക്കത്തില്ല. മോളൊട്ടും നോക്കത്തില്ല. ആരൊക്കെ ആര് കൊണ്ട് തരും? ആഹാരം കഴിക്കുന്നൊക്കെ എവിടുന്നാ? ആഹാരം കഴിക്കുന്നത് ഞാൻ വേല ചെയ്ത് കഴിക്കും. എന്ത് ജോലിക്ക് വന്നു? വേലക്ക് പിന്നെ സൗദിന്റെ റേഷനൊക്കെ ഉണ്ട്, അത് കഴിക്കും. ഈ കാലെന്താ പറ്റിയതാ? കാലങ്ങനെ അങ്ങ് പൊട്ടി. തലകാലം അങ്ങ് പൊട്ടി. കല്ല് തട്ടിയതാ. എത്ര നാളായി? 2 മാസമാവും. ഈ മക്കളാരും വരത്തില്ലേ? കാണാനൊന്നും വരത്തില്ലേ? വരത്തില്ല. മക്കളാരും കാണാനും കേൾക്കാനും ഒന്നും വരും. വീട് സ്ഥലം ആർക്കാ എഴുതി കൊടുത്തേക്കുന്നത്? വീട് സ്ഥലമൊക്കെ ഉണ്ടോ? അതൊക്കെ ആർക്ക് എഴുതി കൊടുത്തു? അതൊക്കെ അവര് തന്നെയാണ് എഴുതി വെച്ചിരിക്കുക. കൊടുത്തില്ല. ആർക്കാ കൊടുത്ത? മോക്കാണോ? കൊടുക്കാൻ ഇനി എന്റെ പേര് ഞാൻ ഭരിക്കണം. മരണശേഷമാണോ? ഹലോ, എന്റെ തൊട്ട് അടുത്ത അയൽവാസിയാണ് ഈ പഞ്ചമി എന്ന് പറയുന്ന സ്ത്രീ. അവർക്ക് ഒരു 80ഓളം വയസ്സുണ്ട്. അവർക്ക് 3 മക്കളുണ്ട്. അതിൽ ഒരു മോള് മരിച്ചുപോയി. പിന്നെ 2 മക്കളും അതിൽ 2-3 ചെറുമക്കളൊക്കെ ഉണ്ട്. ഇവര് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്കാണ് ആ വീട്ടില്. മകനും മകന്റെ ഭാര്യയായിട്ട് ഇവര് ഏതൊക്കെ കുടുംബ പ്രശ്നത്താൽ അവര് പിണങ്ങിയൊക്കെ നിൽക്കുകയാണ്. അവര് വന്ന് നോക്കിയ കാര്യം ചെയ്യത്തില്ല. അപ്പൊ ഇവര് ഒറ്റയ്ക്ക് അധ്വാനിച്ച് ഒറ്റയ്ക്കുള്ള ജീവിതമൊക്കെയാ. അപ്പൊ ഇവർക്ക് ഒറ്റയ്ക്ക് ഇവര് അധ്വാനിക്കുന്നതിൽ ഇവരുടെ ആദായം മാത്രം പറ്റാനാണ് ഈ 2 മക്കളും ഇപ്പൊ ജീവിച്ചിരിക്കുന്ന 2 മക്കളും ശ്രമിക്കുന്നത്. അപ്പൊ അവർക്ക് സുഖമില്ലാതെ വളരെ വാർദ്ധക്യമായ രീതിയിൽ അവശയായ രീതിയിൽ
അവർ വീട്ടിൽ കിടന്നിട്ട് ഒറ്റയ്ക്ക് നാട്ടുകാരുടെ അയലത്തുകാരുടെയൊക്കെയും പരിസരവാസികളുടെയൊക്കെ സഹായത്താലാണ് അവർ ആഹാരം വരെ കഴിക്കാൻ ഇപ്പൊ ആശ്രയിക്കുന്നത്. അപ്പൊ അവർക്ക് തുടർന്നുള്ള കാര്യങ്ങൾ കൊണ്ടുപോകാനോ അവർക്ക് ജീവിക്കാനോ അല്ല അവരുടെ മരുന്ന് കാര്യങ്ങൾ നോക്കാനോ ആരും തന്നെ ഇല്ല. ഈ മക്കളുമായിട്ട് നിങ്ങൾ ആരെങ്കിലും ബന്ധപ്പെട്ടായിരുന്നു? മക്കളുമായിട്ട് ഞങ്ങൾ പലതവണ ഫോണുകൾ പലരും ഫോൺ എടുക്കാറില്ല. പിന്നെ ഫോൺ നമ്പർ കൊച്ചുമക്കളുമായിട്ട് ബന്ധപ്പെട്ട് കൊച്ചുമക്കളുടെ ഫോൺ നമ്പർ കിട്ടി അവരെ കൊണ്ട് വിളിപ്പിച്ചു. അവർ പറയുന്നത് ഫോൺ എടുക്കുന്നില്ല, അവരൊന്നും ബന്ധപ്പെടുന്നില്ല. അപ്പൊ കൊച്ചുമക്കൾ പറയുന്നത് ഞങ്ങള് വേറെ കുടുംബമായിട്ട് ജീവിക്കുകയാണ്, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി നോക്കാനൊന്നും പറ്റുന്നില്ല. ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരും, അവരെ കാണുന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങളാരും അത് ഞങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. ഇവര് വളരെ പ്രയാസമായ രീതിയിലാണ് ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ അടുത്ത അവരുടെ കാലിൽ വെള്ളം പുഴുവെടുത്ത നിലയിലാണ് ഞങ്ങൾ കണ്ടത്. ഇന്ന് രാവിലെ അടുത്തുള്ള പ്രദേശവാസികളെ വിളിച്ച് ഞങ്ങള് കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാരുണ്യ പ്രവർത്തകരായ ശ്രീ ഗണേശനും ശ്രീ സായി ബാബു അവരെയൊക്കെ ഞങ്ങൾ ബന്ധപ്പെട്ട് അവര് വന്ന് പരിസരവാസികളായിട്ട് ബന്ധപ്പെട്ട് പരിസരവാസികളായിട്ട് തീരുമാനമെടുത്ത് അങ്ങനെ അവരുടെ കൈവശം ഒരു 10,000 രൂപ വരെ കയ്യിൽ വശം ഉണ്ടായിരുന്നു. ഒരു ചെറിയ മായ ഉണ്ടായിരുന്നു, അത് ഞങ്ങളുടെ കയ്യിലെടുത്ത് അതിൽ ഒരു ആംബുലൻസ് വിളിച്ച് ഞങ്ങൾ പോലീസ് സ്റ്റേഷനോട് ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഞങ്ങള് നോക്കാനും ആളില്ലാത്ത പോലീസുകാർ ബന്ധപ്പെട്ടു. ജീവകാരുണ്യ പ്രവർത്തകരായ അവര് കരുനാഗപ്പള്ളിയിലൊരു അഗതി ബന്ധുമായിട്ട് ബന്ധപ്പെട്ട് അവരെ വിളിപ്പിച്ചു. അപ്പൊ അവിടെ അങ്ങോട്ട് കൊണ്ടുപോയി തീരുമാനത്തിലാണ് ഇപ്പൊ സ്റ്റേഷൻ മുമ്പിലാണ് നിൽക്കുന്നത്. എല്ലാ പരിചരണങ്ങളും ചികിത്സയും സംരക്ഷണവും എല്ലാം കണ്ണകി ശാന്തിതീരം ഏറ്റെടുക്കുകയാണ്. ഇത്രയും നല്ലൊരു പ്രവൃത്തി ചെയ്ത ഇത്രയും ഒരു കാര്യമല്ല, ഒരുപാട് പേരെ ഇതുപോലെ ഓരോ അഭയകേന്ദ്രങ്ങളിലേക്ക് എത്തിച്ച് അവർക്ക് വേണ്ടുന്ന സംരക്ഷണം നൽകി വരുന്ന ചട്നിയും ശ്യാമിനെയൊക്കെ പോലുള്ളവരെയൊക്കെ അഭിനന്ദിച്ചാലും മതി വരില്ല. ഈ ഒരു അവസ്ഥയിൽ മക്കളൊക്കെ തള്ളിക്കളയുമ്പോൾ ദൈവമായിട്ട് ഇങ്ങനെയുള്ളവരെയൊക്കെ ദൈവതുല്യരായിട്ട് സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഒരു മഹത്തായ കാര്യം തന്നെയാണ്. അതിന് സാക്ഷ്യം വഹിച്ച ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒരുപാട് നന്ദി.